അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ അന്തർവാഹിനിയിൽ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ധനികനും മകനുമുണ്ട് എന്ന വിവരവും പുറത്തുവരികയാണ്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ അന്തർവാഹിനിയിലെ 5 യാത്രക്കാരിലാണ് ഷഹസാദ്, ദാവൂദ്, മകൻ സുലൈമാൻ എന്നിവർ ഉൾപ്പെടുന്നത്. ഷഹസാദയുടെ പിതാവായ ഹുസൈൻ ദാവൂദ് സ്ഥിരമായി പാകിസ്ഥാനിലെ ധനികരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ആളാണ്. ഷഹസാദയുടെ കുടുംബത്തിന് UK-യിലും ബിസിനസ് ഉണ്ട്. UK ആസ്ഥാനമായുള്ള പ്രിൻസ് ട്രസ്റ്റ് ചാരിറ്റിയുടെ ബോർഡ് അംഗമാണ് ഈ ഷഹസാദ ദാവൂദ് എന്ന 48-കാരൻ. മകൻ സുലൈമാന് 19 വയസ്സാണ്. കറാച്ചി ആസ്ഥാനമായ എൻഗ്രോയുടെ വൈസ് ചെയർമാൻ കൂടിയാണ് ഷഹസാദ് ദാവൂദ്. ഊർജ്ജ മേഖല, കൃഷി, പെട്രോ കെമിക്കൽസ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 350 മില്യൺ രൂപയുടെ വരുമാനമായിരുന്നു കമ്പനി നേടിയത്. അന്തർവാഹിനിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇനി വെറും മണിക്കൂറുകൾ മാത്രം ഉപയോഗിക്കാവുന്ന ഓക്സിജൻ മാത്രമാണ് അതിൽ അവശേഷിക്കുന്നത്. ഓഷൻഗേറ്റ് എന്ന അന്തർവാഹിനി ഞായറാഴ്ചയാണ് യാത്ര തുടങ്ങിയത്. 6.5 മീറ്റർ വരുന്ന അന്തർവാഹിനി പുറപ്പെട്ട വെറും 2 മണിക്കൂർ കഴിഞ്ഞതോടെ പുറം ലോകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പൂർണ്ണമായും. ടൈറ്റൻ എന്ന സമുദ്ര പേടകം ലോകത്തിൽ തന്നെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏക സമുദ്ര പേടകമാണ് ടൈറ്റാൻ. മറൈൻ കമ്പനിയായ ഓഷൻഗേറ്റ് എക്സ്പീഡിഷൻസിന്റെ ഉടമസ്ഥയിലാണ് ടൈറ്റാൻ സമുദ്ര പേടകമുള്ളത്. ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും അടുത്ത് കാണാമെന്നാണ് ഈ സമുദ്ര പരിവേഷത്തിന്റെ പ്രധാന ആകർഷണം എന്നുള്ളത്. 2015-ലാണ് ഓഷൻഗേറ്റ് ആദ്യമായി സൈക്ലോപ്സ് എന്ന സമുദ്ര പേടകം പരീക്ഷിച്ചത്. തുടർന്നാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നതിനായി വിനോദസഞ്ചാരികൾക്ക് അവസരം നൽകാൻ ടൈറ്റൻ നിർമ്മിച്ചത്. സാധാരണ മനുഷ്യന് കാണാൻ കഴിയാത്ത സമുദ്ര അന്തർഭാഗത്തെ വിസ്മയം നൽകുന്ന അത് കാണാനുമൊക്കെ തന്നെ അവസരം ടൈറ്റാൻ ഒരുക്കുന്നു എന്നാണ് ഈ യാത്രയെക്കുറിച്ച് ഈ ഓഷൻഗേറ്റിന്റെ അവകാശവാദം എന്നുള്ളത്. കമ്പനി പറയുന്നതനുസരിച്ച് ടൈറ്റൻ ഏകദേശം 10,432 കിലോഗ്രാം ഭാരമുണ്ട് എന്നാണ്. 6.7 മീറ്ററാണ് നീളം. കാർബൺ ഫൈബർ, ടൈറ്റാനിയം എന്നിവ ഉപയോഗിച്ചാണ് ടൈറ്റാന്റെ നിർമ്മാണം. പേടകത്തിന്റെ ഇരുഭാഗത്തുമായി ടൈറ്റാനിയം കവചങ്ങളും എയറോസ്പേസും ഉണ്ട്. സമുദ്ര അന്തർഭാഗത്ത് 13,123 അടി താഴ്ചയിൽ ടൈറ്റൻ സഞ്ചരിക്കും. അതായത് ഏകദേശം 4,000 മീറ്റർ താഴ്ചയിൽ. US അന്തർവാഹിനി USS ഡോൾഫിൻ പോലും 90 മീറ്റർ താഴ്ചയിലാണ് സഞ്ചരിക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിൽ 3,800 മീറ്റർ താഴ്ചയിലാണ് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ ഉള്ളത്. അന്തർവാഹിനികളെ അപേക്ഷിച്ച് സമുദ്ര പേടകങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. ഇവ വിക്ഷേപിക്കാനും വീണ്ടെടുക്കാനും മറ്റൊരു കപ്പലിന്റെ സഹായം ആവശ്യമാണ് എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. 2018-ലായിരുന്നു ടൈറ്റാന്റെ പരീക്ഷണാടിസ്ഥാനത്തുള്ള ആദ്യ സമുദ്രാന്തര ദൗത്യം. 2021-ലായിരുന്നു യാത്രക്കാരുമായി ടൈറ്റാന്റെ കന്നിയാത്ര. കഴിഞ്ഞ വർഷം 10 ഡൈവുകൾ ടൈറ്റാൻ നടത്തിയിരുന്നു. ഇവയൊന്നും തന്നെ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നില്ല. ലോഞ്ചിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വേർപെട്ടാൽ മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗതയിലാണ് ടൈറ്റാന്റെ സഞ്ചാരം. ഒരു യാത്രയിൽ $1 ദശലക്ഷം ടൈറ്റാന്റെ ഇന്ധന ചെലവ് എന്ന് ഓഷൻഗേറ്റ് CEO ഡോക്ടർ റഷ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു. ടൈറ്റാന്റെ ഉൾവശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൈലറ്റ് ഉൾപ്പെടെ 5 പേർക്കാണ് ടൈറ്റാൻ സമുദ്ര പേടകത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. പേടകത്തിലുള്ള സ്ഥിതി തത്സമയം അറിയാൻ റിയൽ ടൈം ട്രാക്ക് സംവിധാനം വരെയുണ്ട്. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ കാഴ്ചകൾ കാണാനുള്ള സോനാർ സാങ്കേതിക വിദ്യയും പേടകത്തിന് ഉണ്ട്. വീഡിയോ, ഫോട്ടോ ചിത്രീകരണത്തിനായി HD ക്യാമറകളും യന്ത്രത്തിന്റെ കൈവശമുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. എന്തെല്ലാം ഉണ്ടായിരുന്നാലും തന്നെ ഈ 2 കോടി മുടക്കി ദുരന്ത യാത്രയിലേക്കാണ് അവർ പോയത് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും അവസാന മണിക്കൂറും പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ലോകം അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഉള്ളത്. 96 മണിക്കൂർ ഉപയോഗിക്കാനുള്ള ഓക്സിജനാണ് ടൈറ്റാൻ ഉള്ളത്. ഈ 96 മണിക്കൂർ ഏകദേശം കഴിയാറായി എന്നതാണ് ഏറ്റവും നിർണായകമായ സമയം. എന്തായാലും അവസാന നിമിഷം ഒരുപക്ഷെ ദൈവം അത്ഭുതം സംഭവിപ്പിക്കും, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പലരും പറയുന്നത് പോലെ തന്നെ അത്തരമൊരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി, അപേക്ഷയോടുകൂടി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതെന്ന് തന്നെ പറയാം.